നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്കറിയാം, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അബദ്ധങ്ങൾ പറ്റിയതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു തോൽവി വഴങ്ങേണ്ടി വന്നത്. ആദ്യം തന്നെ മോഹൻ ബഗാൻ ഒരു ഗോളിന് മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ. അതിനുശേഷമായിരുന്നു രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തിരിച്ചു വന്നത്. രണ്ടാം പകുതിയിൽ 1-1 സമനില വിപിൻ മോഹനിലൂടെ നേടിയെങ്കിലും തൊട്ട് മിനിറ്റിനുള്ളിൽ തന്നെ മോഹൻ ബഗാൻ മറ്റൊരു ഗോൾ നേടി. അതിനുശേഷം മിനിറ്റിന് ശേഷം ഡിമിട്രിയോസ് ഡാമൻഡോക്കോസിൻ്റെ വക 2-2 സമനില പിടിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മൂന്നാമത്തെ ഗോൾ മോഹൻ ബഗാനിൻ്റെ നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിന് കുറച്ച് മുമ്പ് തന്നെ മോഹൻ ബഗാൻ ഗോൾ അടിച്ചതിന് ശേഷം വീണ്ടും ഡിമിട്രിയോസ് ഡാമൻഡോക്കോസിൻ്റെ വക ഗോളുകൾ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ 2-3 എന്ന് നിലനിൽക്കുമ്പോൾ വീണ്ടും മോഹൻ ബഗാൻ ഒരു ഗോളും കൂടെ അടിച്ച് 2-4 അവസാന മിനിറ്റിൽ ഡിമിട്രിയോസ് ഡാമൻഡോക്കോസ് മറ്റൊരു ഗോൾ നേടി 4-3 എന്ന നിലയിലാക്കി. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെറിയ പിഴവ് മാത്രമാണ് ഡിഫൻസിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മാർക്കോ ലെസ്കോവിച്ചിനെ പോലെയുള്ള മികച്ച താരങ്ങൾ മികച്ച സേവ് നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവാൻ വുക്കോമനോവിച്ചിനെ കുറിച്ച് തന്നെയാണ്. അടുപ്പിച്ചുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവി വഴങ്ങിയതിന് ശേഷം ആരാധകരുടെ ഇടയിൽ വരുന്ന ചർച്ചയാണ് ഇവാൻ പടിയിറങ്ങുന്നുവെന്ന്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാൻ ഈ സീസൺ മാത്രം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട പറയാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോച്ച് ഇന്ത്യയിൽ പരിശീലിപ്പിക്കില്ല എന്ന് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും കോച്ച് ഈ സീസണും കൂടെ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ദുഃഖവാർത്ത തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചോളം. ഇവാൻ ആശാൻ നമുക്ക് ഇത്ര നാളും ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ കൊണ്ട് എത്തിച്ചതൊന്നും ആരാധകർ ഒരിക്കലും മറക്കരുത്. എന്തായാലും ഇവാൻ ആശാനെ പോലെ ഒരു ആശാനും ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ ഞാൻ എടുത്തു പറയുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ സീസണിൽ നിലനിർത്തി അടുത്ത സീസണിലും നിലനിർത്തണോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക. താങ്ക് യു ഗായ്സ്.